Units and measurement. In this video, we are going to study the formulas of units and measurement. So, first thing it is d theta. D theta it's plane angle. D is arc length. R radius. D O solid angle. D capital D distance between two planets. B diameter of the planet. Delta A absolute error. Delta A mean absolute error. Z, A and B are physical quantities. Okay. So here we have a system of units. A complete set of units, both fundamental and derived for all kinds of physical quantity is called the system of units. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ഇതൊക്കെ ഡിസ്റ്റൻസ്, ടൈം, മീറ്റർ, കറണ്ട്, ഇൻറ്റൻസിറ്റി, അങ്ങനെ നിങ്ങൾ 7 യൂണിറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെയാണ് ഫണ്ടമെൻ്റൽസ്. ഇനി ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നിട്ടുണ്ടാകുന്നതാണ് നമ്മൾ ഡിറൈവ്ഡ്. അപ്പോൾ എന്താ പറയുക, ഫോഴ്സ്, എനർജി, അതൊക്കെ ഇതിൽ ഈ ഫണ്ടമെൻ്റൽ നിന്നിട്ടുണ്ടാകുന്നതാണ് ഇതൊക്കെ. ഓക്കെ. യൂണിറ്റ്, ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ യൂണിറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 1 കിലോ അരി വേണം. അപ്പോൾ ആ കിലോനെയാണ് നമ്മൾ എന്താ പറയുക, റെഫറൻസ്. ഇപ്പോൾ 1 കിലോ അരിയാണോ 1 ലിറ്റർ അരി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുക, ഒരു റെഫറൻസ് ഉണ്ട് ഓരോന്നിനും. അപ്പോൾ ആ റെഫറൻസിന് ഇപ്പോൾ കിലോവും ലിറ്ററും മാറ്റി കൊടുത്താൽ തെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതാണ് ഒരു റെഫറൻസ് ആണ് യൂണിറ്റ്. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് അത് വേറൊരു ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് 1 or 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൂടുമ്പോഴാണ് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അതായത് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മീറ്ററും ടൈമും വരുന്നുണ്ട്. അതായത് LT⁻² ആണ്. അങ്ങനെ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടുത്ത പാരലാക്സ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു മെഷർ ലാർജ് ഡിസ്റ്റൻസ് ആർ കോൾഡ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. ഇപ്പോൾ എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെയാണ് നമ്മൾ പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Dimensional analysis of dimensions of a physical quantities are the power to which fundamental units must be raised in order to obtain the unit of given physical quantity. അതായത് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ എന്താ പറയുക, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ. അപ്പോൾ ആക്സലറേഷനിൽ എത്ര ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? 2 അല്ലേ. ഒന്ന് ലെങ്ത്തും ഉണ്ട്, ഒന്ന് ടൈമും ഉണ്ട്. എത്ര പ്രാവശ്യം ലെങ്ത്തും എത്ര പ്രാവശ്യം ടൈമും ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെ പറയാം, ലെങ്ത് റേസ് ടു 1ഉം ടൈം റേസ് ടു -2 അല്ലേ. അങ്ങനെ പവർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, ദ വാല്യൂ ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റഗ്രൽ പവർ ഓഫ് 10. ഒരു നിയറസ്റ്റ് ഇൻറ്റഗ്രൽ പവർ 10 റൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, figure which is of some significance but it does not necessarily denote the certainty. അതായത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു നമ്പർ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് 2, ഇത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ എത്ര ഉണ്ട്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. 20 ആകുമ്പം 2 ഉണ്ട്. അതായത് ഒരു സർട്ടൈൻ നമ്പേഴ്സിനെ അതിനാണ് ഫിഗറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇപ്പോൾ 0.1 ആണെങ്കിൽ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, അതും 1 ആയിരിക്കും. 0.01 ആണെങ്കിൽ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് എറർ. അതായത് ട്രൂ വാല്യൂ എന്താ പറയുക, നമുക്ക് കിട്ടിയ വാല്യൂ, ഓൾറെഡി ഉള്ള വാല്യൂ മൈനസ് കിട്ടിയ വാല്യൂവിനെയാണ് നമ്മൾ എന്താ പറയുക, എറർ എന്ന് പറയുക. ശരിക്കും നമുക്ക് എന്താ പറയുക, ഒന്നും നമുക്ക് ശരിയായിട്ട് കറക്റ്റ് വാല്യൂ കിട്ടില്ല. ചെറിയ മൈന്യൂട്ട് എറേഴ്സൊക്കെ ഉണ്ടാകും. ആ ചെറിയ ഡിഫറൻസിനാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ആൻഡ് ട്രൂ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആബ്സല്യൂട്ട് എറർ. അതായത് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും.
അതായത് എറർ എന്ന് പറഞ്ഞാൽ എന്താ, ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എം കൊടുക്കുക. അതിനൊരു മോഡുലസ് ഇട്ട് കൊടുത്താൽ ആബ്സല്യൂട്ട് എററായി. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ഓൾ ആബ്സല്യൂട്ട് എറേഴ്സ്. എല്ലാ ആബ്സല്യൂട്ട് എററിൻ്റെയും അരിത്തമാറ്റിക് മീനാണ്. അരിത്തമാറ്റിക് മീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ഇപ്പം ആദ്യത്തത് A1 ആണ്. അങ്ങനെ 3 ടേംസ് ഉണ്ട്. A1 + A2 + A3 3 എററാണ്, ആബ്സല്യൂട്ട് എററാണ്, ബൈ 3. ഇതിനെയാണ് നമ്മൾ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. റിലേറ്റീവ് എറർ, ദ റേഷ്യോ ഓഫ് മീൻ ആബ്സല്യൂട്ട് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ഇറ്റ്സ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഈസ് നോൺ ആസ് റിലേറ്റീവ്. അതായത് മീൻ ആബ്സല്യൂട്ട് എററും അവിടെ ഉണ്ടാകുന്ന മോസ്റ്റ് പ്രോബബിൾ എററും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ മൾട്ടിപ്ലൈഡ് ബൈ 100. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആയിരിക്കും പെർസെൻറ്റേജ് എറർ. ഓക്കെ, ഇനി പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ഈക്വൽ ടു ഡി എസ്. ഈ ആർക്ക് ലെങ്ത് ഉണ്ടോ, ഡി എസ് ബൈ ആർ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഈ ഡി തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു സർക്കിളിൻ്റെ തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആർക്ക് ലെങ്ത് ഇൻറ്റു റേഡിയസ് അല്ലേ ചെയ്യുക, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയുക 3D ഫിഗർ ആണെന്ന് വിചാരിക്കുക. അതൊരു ബോളാണ്, ഒരു ബോൾ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ആംഗിൾ ആയിരിക്കും. അല്ലാതെ ഒരു ബോളല്ല, ഒരു എന്താ പറയുക, ഓക്കെ ബോൾ തന്നെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ഉറപ്പുള്ള എന്തെങ്കിലും കട്ട് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു വിചാരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിളില്ല, അത് കുറച്ചും കൂടെ എന്തായിരിക്കും, ഷാർപ്പായിരിക്കും. അതിനാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ ബൈ r² ചെയ്താൽ മതി. ഓക്കെ, പാരലാക്സ് മെത്തേഡ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എവിടെയാണ്, വലിയ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ആൻഡ് ഇറ്റ് ഈസ് വെൻ നമ്മൾ എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെയാണ് പാരലാക്സ് മെത്തേഡ് ചെയ്യാറ്. അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് B ആണ് കേട്ടോ. ഇത് രണ്ടും ഇതിപ്പോൾ എർത്താണ്. എർത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും വേറെ സൈഡിൽ നിന്നിട്ടും മൂണിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. ഓക്കെ, എറർ അനാലിസിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. A1, A2, A3, AN ആർ ഒബ്റ്റെയിൻഡ്, വാല്യൂസ് ആർ ഒബ്റ്റെയിൻഡ്, എറേഴ്സ് ആണ് അതൊക്കെ. അപ്പം മീൻ എന്തായിരിക്കും, A1 + A2 + A3 അങ്ങനെ എക്സെട്ര ബൈ N ആയിരിക്കും. ഇത് എന്താണ്, ആബ്സല്യൂട്ട് മീൻ എററാണ്. അതായത് A1 - A മീൻ ആയിരിക്കും. ഇതേ മൈനസ് A മീൻ, രണ്ടാമത്തതേ മൈനസ് A മീൻ, അതാണ് ആബ്സല്യൂട്ട് മീൻ എറർ. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ആബ്സല്യൂട്ട് മീൻ എറർ ഡിവൈഡഡ് ബൈ മോസ്റ്റ് പ്രോബബിൾ ആയിരിക്കും. അതായത് ഡെൽറ്റ A മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൊത്തത്തിൻ്റെയും മീനാണ്. അതേ ഡിവൈഡഡ് ബൈ A മീൻ ആയിരിക്കും. ഓക്കെ, പെർസെൻറ്റേജ് എറർ എന്താണ്, റിലേറ്റീവ് എറർ ഇൻറ്റു 100. ഇനി കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, എറർ ഓഫ് സം ഓർ ഡിഫറൻസ്. ഇപ്പോൾ എറേഴ്സ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇത് നിങ്ങൾക്ക് കൂടുതലും റെസിസ്റ്റൻസിൻ്റെ ചാപ്റ്ററിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. ഇപ്പം ഒരു റെസിസ്റ്റർ 2 ± 5 എന്നാണെങ്കിൽ ഈ 2 പറയുന്നത് ഈ ടേമും 5 എന്ന് പറയുന്നത് ഡെൽറ്റ ടേംസും ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സം ഓഫ് എറർ ചെയ്യുകയാണെങ്കിൽ Z എന്ന് പറയുന്നത് A + B ആദ്യം ചെയ്യുക, ഡെൽറ്റ Z എന്ന് പറയുന്നത് ഡെൽറ്റ A + ഡെൽറ്റ Bയും ചെയ്യാം. ഇനി എററിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ZAB ആണെങ്കിൽ എന്താ ചെയ്യുക, ആദ്യം AB ഇതിങ്ങനെ ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ Z/Z = ഡെൽറ്റ A/A + ഡെൽറ്റ B/B ചെയ്യാം. എറർ ഓഫ് ഡിവിഷൻ ആണെങ്കിലും ഇത് സെയിം തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എറർ ഇൻ കേസ് ഓഫ് റേസ്ഡ് പവർ. ഇപ്പോൾ പവർ റേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ A⁻P, B⁻Q, C⁻R ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്രയാണെങ്കിലും അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്ലസ് ആണ് ഇടേണ്ടത്, ഡിനോമിനേറ്റർ ആണെങ്കിലൊക്കെ പ്ലസ് ആണ് ഇടേണ്ടത്. ഓക്കെ, എറർ എപ്പോഴും ആഡ് ചെയ്ത് പോകാനുണ്ട്. ഇനി ഡയമെൻഷണൽ ഫോർമുല, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഡയമെൻഷണൽ ഫോർമുലയാണ്.
T⁻⁻1 അതായത് 1/t എന്ന് പറഞ്ഞാൽ എന്താ ഫ്രീക്വൻസി 1/t ആണ്, ആംഗുലാർ ഫ്രീക്വൻസി 1/t ആണ്, ആംഗുലാർ വെലോസിറ്റി 1/t ആണ്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ് dk കോൺസ്റ്റൻറ്റ്. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് എന്തായാലും ഓർമ്മിച്ച് വെക്കണം. ഫ്രീക്വൻസി മാത്രം ഇതിൽ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ml² T⁻², ml² T⁻², ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക്, എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിൻ്റെ ഒക്കെ യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml² T⁻² ആയിരിക്കും. പിന്നെ ടോർക്ക്, മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ഇത് ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ വർക്ക്, പിന്നെ എനർജി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് എനർജി, പിന്നെ ടോർക്ക്, പിന്നെ മൊമെൻ്റ് ഓഫ് ഫോഴ്സും അങ്ങനെ വിചാരിക്കും. ഇനി ml⁻⁻1 T⁻² ആണെങ്കിൽ യങ്സ് മോഡുലസ്, ബൾക്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, എനർജി ഡെൻസിറ്റി, സ്ട്രെസ്സ്, പ്രഷർ അത് പഠിക്കുക. ml⁻⁻1 ആണെങ്കിൽ മൊമെൻ്റ്, ഇമ്പൾസ്. LT⁻², ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒക്കെ LT⁻². LT⁻1 ആണെങ്കിൽ ആരാണ്? വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇനി ml⁻⁻2 ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫോഴ്സ്, വെയ്റ്റ്, എനർജി ഗ്രേഡിയൻറ്റ്, ത്രസ്റ്റ്. ഇനി ml² T⁻1 ആണെങ്കിൽ ആംഗുലാർ മൊമെൻ്റ്, സർഫസ് ടെൻഷൻ ആണെങ്കിൽ mt⁻². ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് mlt⁻² പഠിക്കണം, mt⁻² പഠിക്കണം, lt⁻² പഠിക്കണം, ml² T⁻² പഠിക്കണം, T⁻1 പഠിക്കണം, ബാക്കി പഠിക്കണം. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇക്വേഷൻസ് വെച്ചിട്ട് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാക്കാൻ പറയും. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഡയമെൻഷനലി 0 ആയിട്ടുള്ള ആൾക്കാരാണ് m⁻�0, l⁻�0, T⁻�0. അതായത് സ്ട്രെയിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റി. എന്തെങ്കിലും റിലേറ്റീവായിട്ട് പറയുമ്പം റിലേറ്റീവ് എററൊക്കെ എന്താണ് 0 ആയിരിക്കും. സോളിഡ് ആംഗിൾ, ഡിസ്റ്റൻസ് ഗ്രേഡിയൻറ്റ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി, പോയ്സൺസ് റേഷ്യോ ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി m⁻�0, l² T⁻², ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ലാറ്റൻറ്റ് ഹീറ്റ്. ml² T⁻², θ⁻1, thermal capacity, Boltzmann constant, entropy. ഇനി T⁻1 വരുന്നതാണ് L/G, √L/G, √M/K, √R/G, where L = length, G = acceleration due to gravity, M mass, K spring constant, R radius. പിന്നെ T⁻1 വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, L/R, √L/R, RC അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, റെസിസ്റ്റൻസിൻ്റെത്, കപ്പാസിറ്റൻസിൻ്റെത് അതും നോക്കി വെക്കുക. ഓക്കെ, അതൊന്ന് നിങ്ങൾ നോക്കി വെക്കണം. അത് ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ml² T⁻² ആണ് എന്തിൻ്റെ യൂണിറ്റ്? I² RT, V² T/R, Li² QV, CV² ഒക്കെ യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുല അതാണ്. ഓക്കെ, ഇനി ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക, വർക്ക് ഹാർഡ്, സ്റ്റഡി വെൽ, ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക, ഡയമെൻഷണൽ ഫോർമുല നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഡയമെൻഷണൽ ഫോർമുല പഠിക്കാനുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ആ ഇക്വേഷൻസ് പഠിക്കുക, എന്നിട്ട് അത് ഡിസ്റ്റൻസും ടൈമും മാസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ എക്സാമിന് എളുപ്പമായിരിക്കും. സംഭവം സിമ്പിളാണ്, വർക്ക് ഹാർഡ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് നോക്കുക, ദിവസം ഒന്ന് ചെയ്യുക. സോ യു ക്യാൻ ക്രാക്ക് ദ നീറ്റ്.